നമസ്കാരം. നമുക്കിന്ന് കൂർമാവതാരം കഥ തുടരാം. ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ജരാനരകൾ ബാധിച്ച് ദേവേന്ദ്രനും കൂട്ടരും വൃദ്ധന്മാരായി തീർന്നു. ദേവഗുരുവായ ബൃഹസ്പതിയെയും കൂട്ടി കൈലാസനാഥനെ ചെന്ന് കണ്ട് ദേവേന്ദ്രന്മാർ വിവരം ധരിപ്പിച്ചു. ഭഗവാൻ ശിവന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും വൈകുണ്ഠത്തിലെത്തി കാര്യങ്ങൾ ഭഗവാനെയും അറിയിച്ചു. ഭഗവാൻ വിഷ്ണു ഇതിനൊരു മാർഗം കണ്ടെത്താം എന്ന് എല്ലാവർക്കും ഉറപ്പു നൽകി. ഭഗവാന്റെ ഉപദേശപ്രകാരം അമൃത് ലഭ്യമാകും എന്ന് അസുരന്മാരെ ധരിപ്പിച്ച് അസുരന്മാരുടെ സഹകരണം പാലാഴിമതനത്തിൽ ദേവന്മാർ ഉറപ്പാക്കി. അങ്ങനെ അസുരന്മാർ പാലാഴിമതനത്തിന് തയ്യാറായി ദേവന്മാരോടൊപ്പം ചേർന്നു. മന്ധര പർവ്വതത്തെ ഘടകവലായും കയറായി വാസുകിയെയും ദേവന്മാർ ക്ഷണിച്ച് കൊണ്ടുവന്നു. അങ്ങനെ പാലാഴി മഥനം ആരംഭിച്ചു. കടയാൻ ആരംഭിച്ചപ്പോൾ മന്ധരപർവ്വതം ആടി ഉലഞ്ഞു സമുദ്രത്തിലേക്ക് താഴാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ഒരു കൂർമ്മമായി ആമയായി അവതരിച്ച് മന്ധരപർവ്വതത്തെ തൻ്റെ മുതുകിലേറ്റി ഉയർത്തി നിർത്തി. അങ്ങനെ പാലാഴി മഥനം തുടർന്നു. അടുത്ത ഭാഗത്തിൽ നമുക്ക് കഥ തുടരാം.